സുഹൃത്തുക്കളെ, ഞാൻ ഒരു പ്രത്യേകതരം ഒരു മുളകാണ് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ റൊക്കോട്ടോ പെപ്പർ എന്നാണ് പറയണത്. അപ്പോൾ ഇത് പെറുവിലുണ്ടാകുന്നതാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഇത് ഒന്ന് പുറത്തെടുത്ത് കാണിക്കുക. ഇത് ഫ്രോസനാണ്. അപ്പോൾ ഫ്രോസൺ തണുപ്പ് അപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചുക്കിച്ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന, എന്നാലും ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഫ്രോസൺ പെപ്പർ കവറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്, റൊക്കോട്ടോ പെപ്പർ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ, ക്യാപ്സിക്കം പ്യൂബ്സൻസ് എന്നാണ് പറയണത്. പിന്നെ ഇത് റെഡ്, ബ്രൗൺ, യെല്ലോ വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീഡ് കറുപ്പ് സീഡായിരിക്കും. ഇപ്പോൾ ലോകത്തിൽ കൊമേഴ്ഷ്യൽ മുളകളിലൊക്കെ കറുപ്പ് സീഡുള്ള അപൂർവം വെറൈറ്റി മുളകാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വെള്ള സീഡായിരിക്കും, പക്ഷേ ഇതിൽ മാത്രമേ കറുത്ത സീഡ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ കുറേ വൈൽഡ് വെറൈറ്റീസിലൊക്കെ ബ്ലാക്ക് സീഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ന്യൂസ് കൊമേഴ്ഷ്യൽ വെറൈറ്റീസിൽ ബ്ലാക്ക് സീഡുള്ള ആകപ്പെട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ റൊക്കോട്ടോ മുളക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ക്യാപ്സിക്കം അല്ല, അതിൻ്റെ ആ സ്പീഷീസിൽ പെട്ടാണ്. പിന്നെ എയർലൂം വെറൈറ്റിയാണ്, തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഇത് ആൻഡീസ് റീജിയനിലാണ് ഇത് ട്രഡീഷണലി കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്, അതിൻ്റെ ഒറിജിൻ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെറു, ബൊളീവിയയിലാണ് ഇത് ആദ്യമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഗുണം തിരിച്ചറിഞ്ഞിട്ട് പല രാജ്യക്കാരും അവരുടെ നാട്ടിൽ കൊണ്ടേ വളർത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ചെടി നട്ട് കഴിഞ്ഞാൽ 15 വർഷം വരെ ഒരു കായ്ഫലം തരുമെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഒരു ബുഷ് പോലെ ആവും, എന്നിട്ട് ഒരു 10-15 കൊല്ലത്തോളം നിലനിൽക്കുമെന്ന് പറയണം. അപ്പോൾ ഇത് കൃഷി ചെയ്യണ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിൻ്റെ ലിങ്ക്. പിന്നെ ഇത് പറയണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂടെന്നല്ല, എരിവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കാന്താരി മുളകിൻ്റെ ഇരട്ടിയാണ്, ചിലപ്പോൾ 3 ടൈംസ് വരെ വരാമെന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർനാഷണലി മെഷേർഡ് യൂണിറ്റ് ഓഫ് ഹോട്ട്നെസ് 1 lakh to 3.5 lakh സ്കോവിൽസാണ് ഇതിൻ്റെ എരിവിൻ്റെ കണക്ക്. അപ്പോൾ അത് പറയുമ്പോൾ അത് ഡബിൾ ടു ത്രൈസ് ഓഫ് നമ്മുടെ കാന്താരി മുളകിൻ്റെ ഡബിൾ ട്രിപ്പിളായിട്ടൊക്കെ വരും. പിന്നെന്താണ്, ഏറ്റവും എരിവുള്ള ഭാഗം ഇതിൻ്റെ സീഡാണ്. പിന്നെ എരിവ് എല്ലായിടത്തും ഒരേപോലെ അല്ല, ഈ ഇതിൻ്റെ അടിവശത്താണ് കൂടുതൽ എരിവുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ആ എരിവ് ഒരു ഇറിറ്റൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാ മുളകില്ലാത്ത ഒരു കെമിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, അതിൻ്റെ പേരെന്താണ്, ഡൈഹൈഡ്രോ ക്യാപ്സൈസിൻ എന്ന് പറയണത്. ഇതാണ് നമ്മളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്ന കമ്പോണൻ്റ് എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു എരിവ് കുറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി, വേറൊരു വെറൈറ്റി ഉണ്ട് ഈ ഫാമിലി പെട്ട തന്നെ. അതിൻ്റെ സീഡ്സ് ഇന്ത്യയിൽ Amazon.in മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ സീഡ്സ് വേൾഡ് വൈഡായിട്ട് കിട്ടും, Amazon.com കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇത് ഞാൻ കട്ട് ചെയ്തതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തത് കറുത്ത അരിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് അപൂർവം മുളകളിൽ ഇതുണ്ടാവുള്ളൂ. അതിലൊന്നാണ് ഈ റൊക്കോട്ടോ ചില്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പല രാജ്യങ്ങളിൽ പല പേരിലാണ് ഉണ്ടാകുന്നത്. സെൻട്രൽ അമേരിക്കയിൽ മിക്ക രാജ്യങ്ങളിലും ഉണ്ട്. പിന്നെ ഈ സൗത്ത് അമേരിക്കയിൽ പെറു, ബൊളീവിയയിലാണ് കൂടുതലും. പിന്നെ ഇക്വഡോറിലുണ്ട്. പിന്നെ ഇത് മെക്സിക്കോയിൽ അറിയപ്പെടുന്നത് മൻസാനോ പെപ്പർ എന്നാണ്. എന്ന് പറഞ്ഞാൽ മൻസാനോ എന്ന് പറഞ്ഞാൽ അവിടെ ആപ്പിൾ എന്നാണ് പറയണത്.
അവരുടെ സ്പാനിഷ് ഭാഷയിൽ. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലും വളരും. എന്നാൽ ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞാൽ 23-25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലൊക്കെ ആ റേഞ്ചിലൊക്കെ നന്നായിട്ട് ഇത് വളരും. അപ്പോൾ അവിടെയും പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നല്ല എരിവുള്ളൊരു മുളകാണ്. അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ നേപ്പാളിലൊരു മുളകുണ്ട്, ദല്ലേ ഗുർസാനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സെയിം എരിവ് തന്നെയാണ് ഇതിന്. 1 lakh to 3.5 lakh സ്കോവൽ യൂണിറ്റ് ഓഫ് ഹീറ്റ് SHU. അപ്പോൾ എല്ലാവരും ഓൺലൈനായിട്ട് വിത്തുകളൊക്കെ മേടിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ മുളകുകളൊക്കെ കൃഷി ചെയ്യണം. പിന്നെ അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹെയർലൂമാണ്, പിന്നെ നോൺ GMO ആണ്. പിന്നെ ഇതിൻ്റെ യൂണിക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ട്. മറ്റേ ഗോസ് പെപ്പറിൻ്റെ അത്രയും വരില്ല, നാഗ ചില്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അത്രയില്ല. എന്നാലും കാന്താരി മുളകിൻ്റെ ഡബിളും ട്രിപ്പിളായിട്ട് വരും. പിന്നെ ഇതിൻ്റെ USP ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ 10-15 കൊല്ലം വരെ മുളക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് എനിക്കൊരു സെല്ലിംഗ് പോയിൻ്റായിട്ട് തോന്നിയത്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഈ വെറൈറ്റി ഓഫ് മുളക് നമ്മുടെ ഭൂമലയാളത്തിലും എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സോസൊക്കെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. പക്ഷേ അത് സോസൊക്കെ മേടിക്കുമ്പോൾ അവർ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ വെസ്റ്റേൺ കൺട്രീസൊക്കെ ആണെങ്കിൽ അവർ എരിവ് ഇതിൻ്റെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് എരിവ് കുറച്ചിട്ടൊക്കെയാണ് ആ സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ സോസിൻ്റെ വീഡിയോയിൽ കാന്താരി മുളകിൻ്റെ എരിവ് എന്നാണ് പറയണത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, ആ സോസിൽ അത് എരിവ് കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് നേരിട്ട് വായിൽ വെക്കുമ്പോഴാണ് ഭയങ്കര എരിവാണ്. ഈ ട്രിപ്പിൾ എരിവുണ്ട് കാന്താരി മുളകിൻ്റെ. പിന്നെ ഇത് തൊട്ട് കഴിഞ്ഞിട്ട് കണ്ണിലൊന്നും വെക്കാതെ, കൈ വെക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് പറഞ്ഞാൽ എല്ലായിടത്തോട്ടും എരിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റൊക്കോട്ടോ ചില്ലിയുടെ അല്ലെങ്കിൽ റൊക്കോട്ടോ പെപ്പറിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു മുളക് സോസാണ്. അത് ഇൻഗ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പെറുവിയൻ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഹോട്ട് പെപ്പർ റൊക്കോട്ടോ പെപ്പറിൻ്റെ സോസാണ്. അപ്പോൾ ഇവിടെ മുളകിന് പെപ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എരിവുള്ള മുളക് അന്വേഷിച്ചിട്ട് മിക്ക സ്ഥലത്തും കിട്ടിയില്ല. അപ്പോൾ അവസാനം അന്വേഷിച്ച് ഇപ്പോൾ കിട്ടിയ സാധനമാണ് ഈ അഹി റൊക്കോട്ടോ എന്ന് പറയുന്ന ഒരു പെറുവിയൻ മുളക്. അപ്പോൾ അത് ക്യാപ്സിക്കം പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂട് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് 30,000 to 2.5 lakh സ്കോവിൽസിൽ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആ റേഞ്ചിലാണ് ഇതിൻ്റെ എരിവ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തുറന്ന് ഇതിപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എരിവൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ കാന്താരി മുളകിൻ്റെ അടുത്ത് തന്നെ എരിവുണ്ട്. അപ്പോൾ ഈ ഷാപ്പിൽ കിട്ടുന്ന മീൻകറിയുടെയൊക്കെ എരിവില്ലേ, ഏതാണ്ട് അതേപോലത്തെ ഒരു എരിവുണ്ട്. അപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ അമേരിക്ക, ആ സൈഡിലോട്ടൊക്കെ സൗത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ മുളകുള്ള മിക്ക തന്നെ എരിവ് കുറവായിരിക്കും. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ റൊക്കോട്ടോ ചില്ലിയുടെ സോസോ മുളക് പൊടിയോ കിട്ടുമെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. വേറെയും ചില്ലികളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. വേറെ ചോമ്പോ എന്നൊക്കെ പറഞ്ഞൊരു ചില്ലി ഉണ്ടെന്ന് പറയുന്നുണ്ട് പനാമയുടെ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. ഒരു കാന്താരി മുളകിൻ്റെ അടുത്തുള്ള ഒരു എരിവുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എരിവുള്ള സാധനം കഴിക്കണം എന്നുള്ളൊരു ഈ റൊക്കോട്ടോ ചില്ലി മേടിച്ച് അതിൻ്റെ സോസോ അല്ലെങ്കിൽ ആ മുളക് മേടിച്ച് പൊടിച്ച് ഉപയോഗിച്ചാലും മതി. ഓക്കെ.